السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ഫാത്തിഹയെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇന്ന് ആദ്യത്തെ ദിവസമാണ്, പക്ഷേ എങ്കിൽ പോലും ആളുകൾ കുറവാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത് ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് തൽക്കാലം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, അതാണ് നേരം വെക്കുന്നത്. ഒക്കെ ഈ അവസാന നിമിഷത്തിൽ ചേർന്ന കുറച്ച് ആളുകളുണ്ട്. അവസാനം പിടിച്ചിട്ട് മെസ്സേജ് അയച്ച കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് സമയം എടുത്തത്. എന്തായാലും നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? ഞാൻ മൈക്കൊന്ന് ഓണാക്കുന്നുണ്ട്. എന്തൊക്കെ വിശേഷങ്ങളൊന്ന് പറ. മൈക്ക് എപ്പോഴും ഓണാക്കി തരൂല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓണാക്കും ഓഫാക്കും, അങ്ങനെ ആയിരിക്കും. ഇൻഷാ അല്ലാഹ്. റെഡി അല്ലേ? ഓക്കെ, സെറ്റ്. ഇൻഷാ അല്ലാഹ് നമ്മള് പതിയെ തുടങ്ങാണ്. 37ാമത്തെ ബാച്ചാണത്. ഏകദേശം 1800 അടുത്ത് സ്റ്റുഡൻസ്. കറക്റ്റ് കണക്കൊന്നും എൻ്റെ കയ്യിലില്ല, എന്നാൽ പോലും ഏകദേശം അത്ര സ്റ്റുഡൻസ് നമ്മളുടേതായിട്ടുണ്ടാവും. ഓരോ ബാച്ചിലും ഏകദേശം 40 സ്റ്റുഡൻസ് ഒക്കെയാണ് വരാറുള്ളത്. അതിൽ ഇപ്പം അടുത്ത് ഏറ്റവും കുറവ് സ്റ്റുഡൻസ് വന്ന ബാച്ച് ഇതാണ്. അതൊന്നാമത് എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ്, പിന്നെ മിഷൻ ഡോപ്ലസിൻ്റെ അഡ്മിഷനുകൾ ആരംഭിച്ചത് ഒക്കെ കൂടെ ആയിട്ട് കൂടുതൽ ഈ ബാച്ചിൽ എൻഗേജ് ചെയ്യാൻ, പരസ്യങ്ങൾ വിടാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചൊരു അപാകതയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ബാച്ചായിരിക്കും. പിന്നെ അടുത്ത വർഷമായിരിക്കും ഇൻഷാ അല്ലാഹ് പുതിയ ബാച്ചുകൾ ഉണ്ടാവുക. എന്തായാലും നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഇതിനെ കാണുന്നത് അല്ലേ? എല്ലാവരും ക്യാമറയിൽ വരണം കേട്ടോ. അതൊരു വേറെ രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ക്യാമറയിൽ വരുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ ഒന്നുകൂടെ കൂടും. ക്യാമറ ഓഫാക്കിയിട്ടിരിക്കുന്നതും ഓണാക്കിയിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇങ്ങനെ കാണുമ്പോഴേ ഒന്നുകൂടെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡിയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തുടങ്ങാം. റെഡിയാണോ? റെഡിയല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. നിങ്ങൾക്ക് 2 ഗ്രൂപ്പാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഗ്രൂപ്പിലാണ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് മറ്റൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വിട്ടുതരും. വർക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ഗ്രൂപ്പ് ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി അഡ്മിൻ ഒള്ളി ആക്കും. പിന്നെ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയില്ല. വർക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പ് നിങ്ങൾക്ക് വിട്ടുതരും. അതിലാണ് നിങ്ങൾക്ക് നൽകുന്ന വർക്കുകൾ മുഴുവനും നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? എല്ലാ ദിവസവും ഇതേ സമയത്താണ് ക്ലാസ് ഉണ്ടാവുക, 6:50. അതായത് മഗ്‌രിബ് നിസ്കരിച്ചാൽ, ഇനി പള്ളിക്ക് പോകണവരാണെങ്കിലും മഗ്‌രിബ് നിസ്കരിച്ചാൽ വേഗം വീട്ടിലെത്തുക. ഇൻഷാ അല്ലാഹ് 6:50 ക്ലാസ് ആരംഭിക്കും. ഒരു 3-4 മിനിറ്റൊക്കെ ചിലപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്തേക്കാം. മാക്സിമം 55 എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. മനുഷ്യനാണ്, ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങൾ ഉണ്ടായാൽ അന്ന് മാത്രം ലൈറ്റ് ആവും. ഇല്ലെങ്കിൽ എന്തായാലും 55 കറക്റ്റ് ക്ലാസ് തുടങ്ങിയിരിക്കും.
ഏകദേശം 7:35 ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്യും. 33 ആ ഒരു സമയത്ത് ക്ലാസ് ഇൻഷാ അള്ളാ അവസാനിക്കുകയും ചെയ്യും കേട്ടോ. 40 മിനിറ്റാണ് ഒരു ദിവസം സമയം ഉണ്ടാവുക. അപ്പോൾ ഇതെന്താ 40 മിനിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. 1 മണിക്കൂറൊന്നും നിങ്ങളെ ഇരുത്താൻ കഴിയില്ല. അല്ലേലേ പഠിക്കാൻ താല്പര്യം ഉണ്ടോ എനിക്കറിയില്ല. ഏതായാലും പിന്നെ നിങ്ങൾ 1 മണിക്കൂറും കൂടി ഇരുത്തുകയെന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ പൂതി ഇങ്ങനെ കിടന്നതിന് മുന്നേ ക്ലാസ് കഴിയണം. ഇൻഷാ അള്ളാ വർക്കുകളൊക്കെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യുക മക്കള്. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഒരു സംശയവും. ഇത് കഴിയുന്നതോടുകൂടി നിങ്ങൾ ഇൻഷാ അള്ളാ അറബി അക്ഷരങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് പഠിച്ചിരിക്കും. ഒരു 90% കുട്ടികളും ഇതിൽ ഓക്കെ ആവും. അതിലൊരു തർക്കമല്ല. അൽഹംദുലില്ലാ ഇതുവരെയുള്ള റിസൾട്ട് അങ്ങനെയാണ്. 95% റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും അഭിമാനത്തോടു കൂടി. എന്തായാലും ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരോടൊക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെടുക. ഇൻഷാ അള്ളാ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഉമ്മാനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അടുത്ത ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇൻഷാ അള്ളാ നമ്മൾ തുടങ്ങാണ്. ആദ്യത്തെ ദിവസം നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ് തരാറുണ്ട്. വേണോ വേണ്ടേ? ഇതിൽ മുൻപാഴ്ചക്കാരുണ്ടാവും കേട്ടോ. ഓൽക്ക് ചിലപ്പോൾ അത് അറിയുണ്ടാവും. അല്ലാത്തവർക്ക് ഗിഫ്റ്റ് വേണോ വേണ്ടേ? കലിമ അക്കാദമി വക ഒരു ഗിഫ്റ്റ് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? കഴിഞ്ഞ ബാച്ചിൽ വാങ്ങിയാലൊക്കെ ഉണ്ടാവും. എന്തായാലും വേണ്ടില്ല, ഫസ്റ്റ് ദിവസം നമ്മൾ ആ ഗിഫ്റ്റ് തന്നിരിക്കും. ഞങ്ങൾക്ക് സ്പോർട്സ് നടക്കുകയാണല്ലേ സ്കൂളിൽ. ആരുടെയൊക്കെ സ്കൂളിലാണ് സ്പോർട്സ് നടക്കുന്നത്? സൗണ്ട് കുറവുണ്ടോ? ഉസ്താദിന്റെ സൗണ്ട് കുറവുണ്ടോ? സാധ്യത ഉണ്ടാവൂല. കഴിഞ്ഞ ഇതാ കണ്ടോ, ഇവനൊക്കെ ഇങ്ങനെ രാവിലെ മുതൽ കെട്ടിയടക്കുകയാണിത്. ഗ്രീനാണ് തോറ്റു വന്നിരിക്കുക അല്ലേ? ഗ്രീൻ ഗ്രൂപ്പ് ആയിക്കോട്ടെ. ഇൻഷാ അള്ളാ UKG പഠിക്കുന്നത്. അപ്പോൾ എന്താ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ട മത്സരത്തിന് കൂടിയലുണ്ടോ ഈ കൂട്ടത്തിൽ? ഒന്ന് കൈപ്പൊക്കെ. ഓക്കെ, ഇവിടെ ഒരു ഓട്ട മത്സരം നടത്താൻ പോവാണ്. നിങ്ങൾ റെഡി ഉണ്ടോ? ഓട്ട മത്സരത്തിന് ഉണ്ടോന്ന് എന്താണ് വരുമുണ്ടാത്തേ? റെഡി അല്ലേ? നിങ്ങളെ ബ്ലൂ ആണോ യെല്ലോ ആണോ റെഡ് ആണോ ഗ്രീൻ ആണോ ജയിക്കാൻ ഞാൻ നോക്കട്ടെ. റെഡി ആണോ നോക്ക്. ഇൻഷാ അള്ളാ ഓട്ട മത്സരാണ്. അപ്പോൾ ഓടാൻ വയ്ക്കാത്തോല് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഊരക്കോ കാലിനോ എന്തിനേലൊക്കെ കേടില്ലോ അവിടെ ഇരുന്നോളി. അല്ലാത്തോല് മുഴുവൻ ഓടണം. ഓടിയിട്ട് വീഴും ചെയ്യരുത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ കൈ ഒടിഞ്ഞിട്ട് 399 പകരം കുറേ പൈസ കളഞ്ഞാൽ ഞാൻ ഉത്തരവാദിയാവില്ല. എന്നിട്ട് ഉസ്താദെ ഓള് ഹോസ്പിറ്റലിലാണ്, 1ാമത്തെ ദിവസം നിങ്ങൾ കൊടുത്ത ആക്ടിവിറ്റി കാരണം വീണതാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ട്ടാ. ഇൻഷാ അള്ളാ ഓടിയിട്ട് ഞാൻ പറയുന്ന സാധനം എടുത്തോണ്ടിരണം. റെഡിയാണോ? 1ാമത്തെ ദിവസം എന്നും കൊടുക്കുന്ന ആക്ടിവിറ്റിയാണ്. നല്ല വൈബോട് കൂടി കുട്ടികൾ ചെയ്യുന്നൊരു സാധനമാണ്. ഇൻഷാ അള്ളാ ഓടിക്കോളി. റെഡി 1 2 3 സ്റ്റാർട്ട്. വേഗം പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണ പ്ലേറ്റ് എടുത്തോണ്ടിരാം. ഓടടാ ഓട്ടം. എന്തുട്ട ഇവിടെ നിക്കുന്നേ? മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പടച്ച റബ്ബേ,
എടാ ഇത് നിങ്ങളെ പ്ലേറ്റാ അതോ മറ്റേ അവിടെ വിരുന്നുകാര് വരുമ്പോ ചോറ് വിളമ്പി കൊടുക്കണ പ്ലേറ്റാ? ഏ, വിരുന്നുകാർക്ക് ചോറ് തട്ടണ പ്ലേറ്റാ? അല്ല 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 അല്ല, നിങ്ങളിന്ന് ചോറ് കഴിച്ചോ? ആ, നിങ്ങള് ഉമ്മാരിയൊക്കെ ചോറ് കഴിച്ചാണെങ്കിൽ പിന്നെ നിങ്ങളെ പേരിൽ എന്താ ബാക്കി ഉണ്ടാവുക? എമ്മാരി പ്ലേറ്റാ ഓരോരുത്തർ എടുത്ത് നിൽക്കണെന്ന് അറിയാം. ഇങ്ങനൊക്കെ വെച്ചാല് പടച്ചോനെ കുണ്ടം പൊള്ളാവൂലേ? ഏ, പള്ളാകും ഇങ്ങനെ വീർത്ത് കുണ്ടം പൊള്ളയാവും. എങ്ങനത്തെ പൊള്ളയാവും? ആ, ലിക്വിരം പറഞ്ഞാല് വീണ്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനത്തെ പൊള്ളയാവും പറടാ? കുണ്ടം പള്ള. എങ്ങനത്തെ പള്ള? കുണ്ടം പള്ള. പടച്ചോനെ എമ്മാതിരി പ്ലേറ്റാന്നറിയോ ഓരോരുത്തർ കൊണ്ടുവന്നിക്കണത്. അതിലൊക്കെ ചോറ് കഴിച്ച പിന്നെ ഉമ്മാർക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? ആയിക്കോട്ടെ, നല്ല കുട്ടികള്. എന്നാ അവിടെ പ്ലേറ്റ് എടുത്തേക്ക്, പ്ലേറ്റ് എടുത്തേക്ക. വേഗം പോവാ, വേഗം ഓടിയിട്ട് പച്ച കളറുള്ള എന്തെങ്കിലും സാധനം എടുത്തോണ്ടിരാ. തെരഞ്ഞോ 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 പച്ച കളറുള്ള എന്തെങ്കിലും സാധനം. ഓർത്തോ ഓർത്തോ ഓർത്തോ, എന്താണ് പച്ച ഉള്ളതെന്ന്. ആ, കോൺസെൻട്രേഷൻ പവർ കിട്ടുന്ന സാധനമാണ് ഇതൊക്കെ, കൂട്ടുന്ന സാധനമാണ് പച്ച. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, മാഷാ അല്ലാ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു മോൻ്റെ ബാക്കിൽ കൊട ഇങ്ങനെ കാണുന്നുണ്ട് പച്ച. ആയിക്കോട്ടെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തെല്ലാം സാധനങ്ങളാ കൊണ്ടുവരണെന്ന് അറിയോ ഓരോരുത്തര്. പടച്ച റബ്ബേ, ഗുഡ് ഗുഡ് ഗുഡ്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്, പ്രത്യേകിച്ച് ഉഷാറായിട്ടുണ്ട്. പച്ച അടൊക്കെ അടക്കെ 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 399 കൊടുത്തും പോരാ, ഓട്ട മത്സരം വേണം അല്ലേ? ഇയാളിതെന്തത് പഠിപ്പിക്കുന്നല്ലേ കളിപ്പിക്കുന്ന? കളിച്ചാൻ റെഡി ഉണ്ടോ? നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാ. ഉസ്താദ് പഠിപ്പിച്ചിരിക്കും കേട്ടോ. കളിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇൻഷാ അല്ലാ കളിയിലൂടെ നമ്മൾ പഠിക്കും. എന്നാ ഞാൻ ഗിഫ്റ്റ് വേണ്ടേ? സമയം കളയുന്നില്ല. ഇപ്പം ഇഷാ ബാങ്ക് നേരത്തെയാണ്, 7:33 ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് ഞാൻ 7:33 നിർത്തുക എന്ന് പറഞ്ഞത്. അപ്പോൾ വേഗം പോയിട്ട് വീട്ടിൽ നിന്ന് ഒരു 10 രൂപ എടുത്തുകൊണ്ടിരാം. വേഗം ഉണ്ട്, വേഗം പോയിക്കോ, വേഗം പോ വേഗം വേഗം പോ. 10 രൂപ എടുത്തോണ്ട്. അഡഡ 10. വാ, അടിപൊളി അടിപൊളി. ഓരോരുത്തർ പാഞ്ഞ് വല്ല ഓട്ട മത്സരത്തിൽ ജയിക്കണ മാതിരി പാഞ്ഞ് വരുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, മാഷാ അല്ലാ, സന്തോഷം. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? വേഗം ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്ക, എന്നിട്ട് ഉമ്മാക്കൊരു നല്ല പാൽ പുഞ്ചിരി കൊടുക്ക. ഏതാ പാലിന്റെ പുഞ്ചിരിയില്ലേ? ആയിക്കോട്ടെ, ഉഷാറായിക്കണോ? പുഞ്ചിരിയൊക്കെ ഉഷാറായിക്കണേ. എന്നിട്ട് ഉമ്മാനോട് സ്വകാര്യമായിട്ട് ചോദിക്ക, ഉമ്മച്ചിയെ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചോക്കാം. ഇത് എനിക്ക് തരുമോ ചോദിച്ചോക്കാ? മുതലായില്ലടങ്ങക്ക്. ഒന്നാമത്തെ ദിവസം തന്നെ 10 റുപ്യ. ആഹാ, ചേർന്ന ആദ്യത്തെ ദിവസം 10 രൂപ. ഇത് കലിമാക്കാദമിന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. നല്ല മുട്ടായി വാങ്ങണേ ഇൻഷാ അല്ലാ. നല്ല അടിപൊളിയായിട്ട് മുട്ടായി വാങ്ങണം കേട്ടോ. 10 റുപ്യക്ക് 20 മുട്ടായി കിട്ടും, 10 രൂപക്ക് 10 മുട്ടായി കിട്ടും, 10 രൂപക്ക് 1 മുട്ടായും കിട്ടും, 10 രൂപക്ക് 2 മുട്ടായും കിട്ടും. 50 പൈസൻ്റെ ആണെങ്കിൽ 20 എണ്ണം വാങ്ങാം നിങ്ങൾക്ക്. അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമല്ലേ വാങ്ങിക്കോളി ഇൻഷാ അല്ലാ. ഇത് ആദ്യത്തെ ഒരു ഗിഫ്റ്റാണ്. ഇനി നിങ്ങൾ പഠിച്ചൊക്കെ ഉഷാറാവുകയാണെങ്കിൽ നിങ്ങളെ ഉമ്മച്ചിനോടോ ഒപ്പച്ചിനോടോ വേറെ ഗിഫ്റ്റ് നിങ്ങൾ ചോദിച്ചോണ്ടിട്ടോ. 28 അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം വേറെ ഗിഫ്റ്റ് അവരെന്ന് ചോദിച്ചു വാങ്ങാം.
ഞാൻ ചോദിക്കട്ടെ, ഉസ്താദ് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ? പാത്രം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ഇതിൽ ചോറ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ പള്ള എന്ത് പള്ളയാവുന്ന പറഞ്ഞത്? ആ ആയിക്കോട്ടെ, ഞാൻ 2 പള്ളം നിങ്ങൾക്ക് ഇന്ന് വരച്ചു തരും. ഒന്ന് കുണ്ടമ്പള്ള, രണ്ടാമത്തെ എന്താണെന്നറിയോ? രണ്ടാമത്തത് താത്താന്റെ പള്ള. ആഹാ, താത്താന്റെ പള്ള മീഡിയം പള്ളയാണ്, കുണ്ടമ്പള്ള എന്നല്ല. ഇത് രണ്ടും വരച്ചു തരും കേട്ടോ. എന്നാല് ഉസ്താദ് വരച്ചു തരുന്ന ശരിക്കും ശ്രദ്ധിക്കണേ. ഉസ്താദ് വരച്ചു തരുന്ന കാണുന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇൻഷാ അല്ലാഹ് മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണുന്നില്ലെങ്കിൽ പറയണം, നിങ്ങൾ മെസ്സേജിലൂടെ അറിയിച്ചാൽ മതി. ഓക്കെ, കാണുന്നുണ്ടോ? ഇതൊരു എന്തോ വിഷയമുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണാൻ നിന്നല്ലോ. ഒരു മിനിറ്റ്, എൻ്റെ ഫോണ് പുതിയതാണ്, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഫോണിൽ കുറേ സെറ്റിങ്സിൽ എന്തൊക്കെയോ മാറ്റം വരുത്താനുണ്ട്. ഇപ്പൊ കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? റെഡി അല്ലേ? ഒന്ന് 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 ആ സ്പീക്കർ കാണുമല്ലോ, സ്പീക്കർ ഞാൻ ഓഫാക്കിയിട്ടാണ്. ബാക്കി മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഉണ്ട്. വോയിസിൽ പറയുവാണെങ്കിൽ കാണുന്നില്ലേ? എന്നാ ഇവിടെ എന്താ എഴുതിക്കണ് പറഞ്ഞാണ്? അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. റെഡിയാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ആദ്യം വരക്കാൻ പോണത് നിങ്ങളെ കുണ്ടമ്പള്ളയാണ് കേട്ടോ. നിങ്ങൾ ചോറയിച്ചാണ്ടാണ് കുണ്ടമ്പള്ള. അത് കഴിഞ്ഞ് ഞങ്ങളെ താത്താൻ്റെ പള്ളിയും വരക്കും. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരക്കാൻ പോവാണേ. കുണ്ടമ്പള്ള വരച്ച്, കുണ്ടമ്പള്ളം എന്തുണ്ടാവുക? കുണ്ടമ്പള്ളം എന്തുണ്ടാവുക? പൊക്കളുണ്ടാവും. കുണ്ടം പള്ള വരച്ച് ഉള്ളില് പുള്ളി കൊടുത്താൽ നൂൻ. എന്താണ്? കുണ്ടം പള്ള വരച്ച് ഉള്ളിൽ പുള്ളി കൊടുത്താൽ നൂൻ. കാണുന്നില്ലെങ്കിൽ അത് നിങ്ങളെ പ്രശ്നമാവാനാണ് സാധ്യത. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താണ് കാണുന്നുണ്ടോ ഇല്ലേ. ഉണ്ടെങ്കിൽ എസ് നടിക്കുക, ഇല്ലെങ്കിൽ എൻ അടിക്കുക. എനിക്ക് തോന്നുന്നത് ചില ആളുകൾക്കുള്ള പ്രശ്നമായിരിക്കും അത്. ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് വിഷയമായിരിക്കും. ഓക്കെ, അപ്പോൾ എസ് കണ്ടോ? കുറേ ആളുകൾക്ക് കാണുന്നുണ്ട്. പിന്നെ എനിക്കും
ഇവിടുന്ന് നോക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ഞാൻ 2 ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നതാ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോണിൽ എനിക്ക് ഈ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, റെഡി. അതുകൊണ്ടാണ് ഞാൻ കാണുന്നുണ്ട് എന്ന് അത്ര ഇതിൽ പറയാൻ കാരണം. റെഡി, ഇൻഷാ അല്ലാഹ്. നോക്കുക ഒന്നുകൂടെ. കുണ്ടം പള്ള വരച്ച്, കുണ്ടം പള്ള വരച്ച്, ഉള്ളില് പുള്ളി കൊടുത്ത്, മേലെ ഫതഹ് കൊടുത്താൽ ന. അപ്പോ വലിയൊരു പള്ള വരച്ചിട്ട്, വലിയ പള്ള പാകത്തെ പള്ള വരച്ചാൽ കേട്ടോ, കുണ്ടുള്ള പള്ള, എന്നിട്ട് ഉള്ളില് ചെറിയ പുള്ളി എടുത്താൽ അത് വായിക്ക നൂൻ. എന്താ വായിക്ക? നൂൻ. നൂൻ എന്താ വായിക്ക? മക്കളൊന്ന് പറയാൻ പറ. എന്താ വായിക്ക? ഓക്കെ, എന്നാ ഈ താത്താന്റെ പള്ള വരക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളി. അവിടെ ഇവിടെ ശ്രദ്ധിച്ച് ഇരിക്കേണ്ട, ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളി. അതിന്റെ മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആംഗ്യം കാണിച്ചാൽ മതി. 1 ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, 2 ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ക്യാമറയിൽ വരണേ, എല്ലാവരും വരണേ. 3 ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക കേട്ടോ. ഞാൻ ചോദിക്കണേന് 1 ആണെങ്കിൽ ഇങ്ങനെ, 2 ആണെങ്കിൽ ഇങ്ങനെ, 3 ആണെങ്കിൽ ഇങ്ങനെ. റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്, സെറ്റ്. ഒരു വിരൽ ഉയർത്തിയാൽ 1, 2 വിരൽ ഉയർത്തിയാൽ 2, 3 ആണെങ്കിൽ 3. അത് നിങ്ങൾക്ക് ഏത് വിരൽ ഉയർത്താം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. റെഡി. ഫസ്റ്റ് ചോദ്യം, നിങ്ങളെ താത്താക്ക് എത്ര ചെവിയുണ്ട്? താത്ത ഒരു ചെവിയോ? പഠിച്ചോനെ, ഏത് താത്താക്ക് ഒരു ചെവി? 2. ആഹാ, 2 ചെവി. 2 ചെവി. അടുത്ത്, നിങ്ങളെ താത്താക്ക് എത്ര കണ്ണുണ്ട്? 2. വാവ്, 2. ഗുഡ്. നിങ്ങളെ താത്താന്റെ കണ്ണിൽ എത്ര കൃഷ്ണമണി ഉണ്ട്? എത്ര ഉണ്ട്? 2. Is it 2? വെരി ഗുഡ്. നെക്സ്റ്റ്, നിങ്ങളെ താത്താക്ക് എത്ര കൈയുണ്ട്? Is it 2? Yes. നിങ്ങളെ താത്താക്ക് എത്ര കാലുണ്ട് ചങ്ങന്മാരെ? അതൊരു 2. നിങ്ങളെ താത്താന്റെ മൂക്കിന് എത്ര ഹോളുണ്ട്? 10 ഹോളോ? ദേശാവതാര. മൂക്കിന് ഓട്ട ചോദിച്ച്, മൂക്കല്ല, മൂക്കൊന്നുള്ളൂ ഉണ്ടാവുക. 2. ഓക്കെ, വെറുതെ തമാശയായിട്ട് ചോദിച്ചാണ്. റെഡി. ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിലേ ഞാൻ നിങ്ങളെ താത്താന്റെ പള്ള വരക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. നിങ്ങളെ പള്ള കുണ്ടം പള്ള. ആഹാ, ഉള്ളിൽ പൂക്കൾ. നീ താത്താന്റെ പള്ള വരക്കാൻ പോവാണ്. താത്താന്റെ ഒരു മീഡിയം പള്ള വരക്കല്ലേ നമുക്ക്? മീഡിയം പള്ള വരച്ചു. മീഡിയം പള്ള വരച്ചു. താത്താക്ക് എത്ര കണ്ണാ? 2. താത്താക്ക് എത്ര കാലാ? 2. താത്താക്ക് എത്ര കയ്യാ? 2. താത്താക്ക് എത്ര ചെവിയാ? 2. താത്താക്ക് എത്ര പുരിക? 2. തായിനെത്ര പുള്ളിയാ? 2. തായിനെത്ര പുള്ളിയാ? 2. താത്ത താഴ്, താത്ത താഴ്, താത്ത താഴ്. മനസ്സിലായല്ലോ? അതായത് കുണ്ടം പള്ള വരച്ചാല് നൂന്, താത്താന്റെ പള്ള മീഡിയം പള്ള വരച്ചിട്ട് 2 പുള്ളി എടുത്താല് താത്ത. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് താത്ത എന്ന് പറഞ്ഞത് കേട്ടോ. അത് ഇങ്ങനെ ആലോചിച്ച് നോക്ക. താത്താക്ക് താത്ത, തായിന് 2 പുരികം, തായിന് 2 കണ്ണ്, തായിന് 2 ചെവി, തായിന് 2 കയ്യ്, തായിന് 2 താടിയല്. ഇനി എന്തൊക്കെ നിങ്ങൾ കൂട്ടാൻ പറ്റണൊക്കെ കൂട്ടിക്കോളി. തായിന് 2 കാല്, 10 വിരല്. അതൊന്നും വിചാരിച്ചങ്ങാണ്ട് 10 പുള്ളിയിടരുത് കേട്ടോ. നോക്ക. അപ്പൊ എങ്ങനെയാണ്? നൂന് നിങ്ങളെ പള്ള വരച്ച്, നിങ്ങളെ പള്ള എന്ന് പറഞ്ഞാൽ കുണ്ടം പള്ള വരച്ച്. നിങ്ങൾക്ക് ഇടങ്ങറുണ്ടോ? ആയിക്കോട്ടെ. നമ്മളൊരു കുണ്ടൻ പള്ള മാറ്റിയിട്ട് തൽക്കാലം കൊട്ടയാക്കല്ലേ വേണമെങ്കിൽ. കുണ്ടൻ കൊട്ട വരച്ചിട്ട് അതിക്കൊരു ആപ്പിൾ ഇട്ട്.
അതോടുകൂടി നൂൻ. താത്താൻ്റെ പള്ള വരച്ചിട്ട് 2 പുള്ളി എടുത്ത്. താത്താക്ക് 2 എണ്ണാണ്. കണ്ണും പുരികവും ചെവി മൂക്കിൻ്റെ ദ്വാരവും ഒക്കെ 2ആണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ താൻ്റെ പുള്ളി എത്ര എണ്ണം കൊടുത്ത്? 2. എന്താ ഉസ്താദ് താത്താന്ന് ഉപയോഗിച്ചത്? കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, താവും യാവും കണ്ടാൽ ഓൽക്ക് നല്ല മാറും. അപ്പൊ ഇത് താത്ത നമ്മളെ മുകളിലല്ലടാ, താത്ത നമ്മളെ മുകളിലല്ലേ. അപ്പൊ താൻ്റെ പുള്ളി മുകളില്, അനിയൻ താഴെയല്ലേ. കുഞ്ഞാൾ എങ്ങോട്ട് നോക്ക്, അവിടെ കളിച്ചുത്തിരിക്കല്ലേ. പടച്ച റബ്ബേ, അതിനാണ് ഈ ക്യാമറ ഓണാക്കാൻ പറയുന്നത്. നിങ്ങൾ അവിടെ ഇവിടെ ശ്രദ്ധിക്കല്ലേട്ടാ. അനിയൻ താഴെയല്ലേ, അപ്പൊ യാന് പുള്ളി താഴെ ആയിരിക്കും കേട്ടോ. അനിയൻ യാ. താത്താക്ക് പുള്ളി മുകളിലാണ്. പിന്നെ അത് മാറരുത്. എങ്ങനെയാണ്? നല്ല കുണ്ടുള്ള പള്ള വരച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പുള്ളി കൊടുത്താല് നൂന്. ഒരു മീഡിയം പള്ള വരച്ചിട്ട് അതിൻ്റെ മേലെ 2 പുള്ളി എടുത്താലോ എന്താ വായിക്ക? എന്താ വായിക്ക? ഓക്കെ അല്ലേ? ഇനി മക്കൾക്ക് ഇത് മനസ്സിലായിക്കണോ ഇല്ലേ പറഞ്ഞ? നൂനും താവും നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ പഠിച്ച നിങ്ങൾക്ക് പഠിയോ? അതോ ഉസ്താദിന്റെ പഠന രീതി ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളെ പള്ളനൊക്കെ കുറ്റം പറഞ്ഞാണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടാ? ഒന്ന് കമന്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ ആകെ അലമ്പായിരിക്കും. പെട്ടെന്ന് ഇത് മനസ്സിലായോ ഇല്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ എസ് അടിക്കാം. ഒന്നുകിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ എസ് അടിക്കാം. വേഗം എസ് അടിക്കാം. വെരി ഗുഡ്. ശുക്രൻ. ഇല്ലെങ്കിൽ എന്നെ അടിക്കട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ അടിക്കാം. നോ എന്നുള്ളതിന്റെ ചുരുക്കം. ആ NO, നോ ഓ എന്നല്ല. ആയിക്കോട്ടെ. ഓക്കെ, ഒരു കുട്ടി ഇതില് നോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ മോൾക്കും വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം അല്ലേ? നജ്മ പേരയിൽ നിന്നുള്ള ഇത്രേ ഉള്ളൂ. നമ്മൾ ആകെ പറഞ്ഞുള്ളത് ഇതാ 2 അക്ഷരങ്ങളാണ്. ഒന്നിതാ ഒരു ചെറിയ കുണ്ട് പോലെ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പുള്ളി കൊടുത്താൽ എൻ എന്നല്ല നൂന്. ഒരു പുള്ളി കൊടുത്താൽ നൂന്. ഇനി ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ വരഞ്ഞിട്ട് അതിൻ്റെ മേലെ 2 പുള്ളി കൊടുത്താലോ താ. നൂന് താ. റെഡിയാണോ? സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ യു ഒക്കെ ഇടൂല ഇംഗ്ലീഷിൽ യു ഇങ്ങോട്ടാ തിരിച്ചിടുക. അത്ര കുണ്ടുണ്ടാവൂല, കുറച്ചുകൂടെ വിശാലായിട്ട്. നിങ്ങളെ വീട്ടിലെ ഈ കുറച്ചൊക്കെ ഇങ്ങനെ ചോറൊക്കെ ഊറ്റി വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവൂലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇറച്ചിയൊക്കെ ഇടുന്ന ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ആ പാത്രം ആലോചിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ ഒരു പുള്ളി എടുത്താൽ നൂന്, ഇതിൻ്റെ ഉള്ളിൽ 2 പുള്ളി എടുത്താൽ 2 പുള്ളിയുള്ള താ. 2 പുള്ളിയുള്ള അക്ഷരങ്ങൾ പൊതുവെ കുറവാണ്. ആകെ 2 അക്ഷരങ്ങളെ 2 പുള്ളിയുള്ളൂ. ഒന്ന് കാഫും ഒന്ന് താവും. അതിൽ താത്താക്ക് ഏതായാലും വട്ടൊന്നുമില്ലല്ലോ തൽക്കാലം. അപ്പം നമുക്ക് തായിനെ പരിഗണിക്കട്ടാ. ഇൻഷാ അല്ലാഹ് കാഫ് നമുക്ക് പിന്നീട് പഠിക്കാം. കാഫ് വട്ട് വെച്ചിട്ടാണ് പഠിക്കട്ടോ. അപ്പൊ താ റെഡി അല്ലേ? ഒന്ന് മറ്റേ നേരത്തെ കമന്റ് ഇട്ടാളെ നജ്മ പേരയിൽ എന്താ മനസ്സിലാവുന്നുണ്ടോ ഒന്ന് പറയണേ. ഒന്ന് കുണ്ടം പള്ളങ്ങനെ വരച്ച് അതിൻ്റെ മേലെ ഒരു പുള്ളി കൊടുത്താൽ നൂന്, താഴെ 2 പുള്ളി കൊടുത്താലോ മേലെ താ. റെഡിയാണോ? ഇൻഷാ അല്ലാഹ് ഒന്ന് കമന്റ് ചെയ്യാം പെട്ടെന്ന്. കാണില്ലെങ്കിൽ വോയിസ് ഓഫ് ആക്കിയതാണ്. റെഡിയാണോ? ഇൻഷാ അല്ലാഹ് എന്നാ ഇനി വോയിസിൽ നിങ്ങൾക്ക് കൈ ഉയർത്താം. കൈ ജസ്റ്റ് ഒന്നിങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ അവസരം തരാം. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ക്ലാസ്
ഇതിൻ്റെ ഖുർആൻ ഭാഗം കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 വർക്കാണ് എല്ലാ ദിവസവും ഉള്ളത്. ഒരു മിനിറ്റ്. 2 വർക്കാണ് എല്ലാ ദിവസവും ഉള്ളത്. അതിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് ഖുർആനിൽ നിന്ന് മാക്സിമം അക്ഷരങ്ങൾ കണ്ടെത്തുക. ഏത്? അന്നന്ന് പഠിക്കുന്ന അക്ഷരങ്ങൾ കണ്ടെത്തുക ഖുർആനിൽ നിന്ന്. ഇപ്പം നൂനും താവും ഇന്ന് മാക്സിമം നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് എത്രണ്ണം കണ്ടെത്തി എന്നുള്ളത് വർക്ക് ഗ്രൂപ്പിൽ അറിയിക്കണം. മനസ്സിലായല്ലോ? ഏറ്റവും കൂടുതൽ ഏറ്റവും അവസാന ദിവസം നിങ്ങളാണ് സ്വയം കൂട്ടിപ്പോരേണ്ടത് കേട്ടോ. നിങ്ങളെ രക്ഷിതാക്കൾക്ക് ഞാൻ ആ സമ്മതം കൊടുത്തു. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ കണ്ടെത്തുന്ന ആൾക്ക് ഇൻഷാ അല്ലാഹ് ചെറിയൊരു ഗിഫ്റ്റ് ഉസ്താദിന്റെ വക ഉണ്ടാവും. വലുതൊന്നുമല്ല, ചെറുത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്നെ കൊണ്ട് കഴിയുന്നത് തരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഏറ്റവും അവസാനത്തിൽ തരുള്ളൂ കേട്ടോ. എല്ലാ അക്ഷരങ്ങളും കണ്ടെത്തണം. എന്നിട്ട് എത്രണ്ണം കണ്ടെത്തി എന്നിങ്ങനെ കൂട്ടണം, കൂട്ടി വരണം. അവർക്ക് ഏറ്റവും ടോപ്പ് കണ്ടെത്തിയ ആളുകൾക്കാണ് ഞാൻ സമ്മാനം നൽകുക. ഇതിൽ രക്ഷിതാക്കളെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രക്ഷിതാക്കളാണ് അത്ര അക്ഷരം കണ്ടെത്തി എന്നുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരേണ്ടത് ഇൻഷാ അല്ലാഹ്. ഓക്കെ. നൂനത്താ എങ്ങനെയാണ്? കുൽ ഔദു റബ്ബിൻ നാസ് സൂറത്ത് എടുത്താണ്. നാസ് സൂറത്ത് ആ ഗ്രൂപ്പ് പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ആ സൂറത്ത് ഇങ്ങനെ നോക്കാം. അതിൽ എത്ര നൂനുണ്ട്? ഒരുപാട് നൂനുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തിൽ ഒരുപാട് നൂനുകളുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. 10 നൂനുണ്ട്. 10 നൂന് കണ്ട. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തിൽ 10 നൂനുണ്ട്. ഒന്നാമത്തെ നൂനിതാ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഒന്നാമത്തെ നൂന് ദാ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. സോറി, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. കണ്ടോ? ഖുൽ അഊദു ബിറബ്ബിൻ നാസിന്റെ ഇവിടെ കണ്ടില്ലേ? ഒന്നാമത്തെ നൂന് കണ്ടോ? രക്ഷിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ രണ്ടാമത്തെ നോക്ക്, മലിക്കിൻ നാസ്. കണ്ടോ? മൂന്നാമത്തത് ഇലാഹിൻ നാസ്. കണ്ടോ? നൂന് കാണുന്നുണ്ടോ മക്കളെ? നാലാമത്തത് മിൻ ശർരിൽ വസ്വാസിൽ മിൻ ശർരി. അവിടെ ഒന്ന്. ഖന്നാസ് അവിടെ ആയത്തിൽ 2 എണ്ണം ഉണ്ട്. മിൻ ശർരി അവിടെ ഉണ്ടല്ലേ? മിൻ എന്ന് എഴുതിയെടുത്ത് കണ്ടോ? ഖന്നാസ് അവിടെയൊക്കെ അടുത്ത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. കണ്ടോ? നാസിന്റെ അവിടെ നൂന്. പിന്നെ അടുത്ത് മിനൽ ജിന്നതി. മിന നൂന്. ജിന്നതി നൂന്. വന്നാസ് നൂന്. കണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ 2-3 നൂന് കിടക്കുന്നുണ്ട് കേട്ടോ. മിനൽ ജിന്നതി വന്നാസ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ?
ഉസ്താദ് പറയുന്ന തിരിയുന്നുണ്ടോ? തിരിയുന്നുണ്ടോ? ഓക്കെ. 10 നൂനുകൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരൊറ്റ സൂറത്തിൽ മാത്രം 10 നൂനുകളുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് നൂനുകൾ പരമാവധി നിങ്ങൾ കണ്ടെത്തണം. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 2 അക്ഷരങ്ങളാണ്. ഒന്ന് കുണ്ടം പള്ള വരച്ച് ഉള്ളിൽ പുള്ളെടുത്തിട്ട് നൂന്, പിന്നെ മീഡിയം പള്ള വരച്ചിട്ട് 2 പുള്ളി എടുത്താലോ താ. ഇൻഷാ അല്ലാഹ് ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മാക്സിമം കണ്ടെത്തുക. ഓരോ ദിവസവും ഉസ്താദ് പറയുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അക്ഷരം കണ്ടെത്തിയ ആളുകൾക്ക് എന്നല്ല ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സലാത്ത് ചൊല്ലിക്കോളൂ കേട്ടോ. അത് ബാങ്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ ബാങ്ക് തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഒറ്റക്ക് സലാത്ത് ചൊല്ലിയാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബാങ്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ബാങ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് പിരിയട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി അയച്ചോളൂ. ഇവിടെയും ബാങ്ക് കൊടുക്കൽ തുടങ്ങി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. لا إله إلا الله محمد رسول الله. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة الفضيلة والدرجة الرفيعة بعثه مقام محمود الذي وعدته ورزقنا الشفاعة يوم القيامة إنك لا تخلف الميعاد. ബാങ്ക് വിളിക്കുന്നുണ്ട് ചില ഭാഗത്തൊക്കെ. നോക്കാം നമ്മൾ. അപ്പോൾ പഠിച്ച 2 അക്ഷരങ്ങൾ ഓർക്കുന്നില്ലേ?
നൂനും താവും കേട്ടോ. ഇത് മാക്സിമം ഖുർആനിൽ നിന്ന് കണ്ടെത്തുക. അതേപോലെ തന്നെ ഗ്രൂപ്പിൽ എഴുതിയിട്ട് വിടുക. നൂനും താവും എഴുതിയിട്ട് ഗ്രൂപ്പിൽ വിടുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എഴുത്തിൻ്റെ രൂപം പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനത് നോക്കട്ടെ. എൻ്റെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഈ പുതിയ ഫോണായതുകൊണ്ട് കുറേ നഷ്ടപ്പെട്ടു. ഞാനത് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പൈസ കൊടുത്തിട്ട് ഒരു എത്ര 300 എത്ര കൊടുത്തിട്ട് ഇങ്ങനെ അതപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചിലതൊന്നും തിരഞ്ഞിട്ട് കിട്ടുന്നുമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി കിട്ടിയാലും ഇല്ലെങ്കിലും നൂനിൻ്റെ രൂപം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഇങ്ങനെയാണ് എഴുത്ത് തുടങ്ങേണ്ടത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുക. നൂന് പിന്നെ വരച്ച് കാണുന്നുണ്ടല്ലോ. നിങ്ങളെന്തോ ഒരു ഫോണിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ, ക്ലിയർ ആവും. പിന്നെ 2 പുള്ളി എടുത്താലോ താഴ് ട്ടോ. ഇങ്ങനെ മനസ്സിലാക്കുക. ഖുർആനിന്ന് നൂനും താവും കണ്ടെത്തുക. താ എങ്ങനെ കണ്ടെത്തുക? സുഖാണ്. മുകളിൽ 2 പുള്ളി ഉണ്ടോയെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. 2 പുള്ളി ഉണ്ടോയെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. 2 പുള്ളിയുള്ള 2 അക്ഷരങ്ങളുള്ളൂ. ഒന്ന് കാഫും ഒന്ന് താവും. അപ്പോൾ വട്ടുള്ളത് തൽക്കാലം നമ്മൾ പരിഗണിക്കേണ്ട, അല്ലാത്തൊക്കെ ആയിരിക്കും കേട്ടോ. മനസ്സിലായോ? ഖുർആനിൽ നിന്ന് 2 പുള്ളിയുള്ള അക്ഷരങ്ങൾ, മുകൾ 2 പുള്ളിയുള്ള അക്ഷരങ്ങൾ മാത്രം നോക്കി അങ്ങനെ പോന്നാൽ മതി. അത് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഖുർആൻ ഉണ്ടെങ്കിൽ ഖുർആൻ്റെ വരിൻ്റെ മുകളിലത്തെ അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ വെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴ്. അതായത് മുകൾ 2 പുള്ളിയുള്ളത്. മുകൾ 2 പുള്ളിയുള്ള 2 അക്ഷരങ്ങളേ ഉള്ളൂ. ഒന്ന് കാഫും ഒന്ന് താവും. പക്ഷെ കാഫിന് വട്ടുണ്ടായതുകൊണ്ട് കാഫ് അല്ല, താ ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടോ. ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒന്ന് നൂന് ഞാൻ 10 കാണിച്ചു തന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ട് നൂന് ഒരു 5 ഉമ്മമാരൊന്ന് കാണിച്ചു കൊടുക്കുക. ബാക്കിയുള്ള മാക്സിമം അവർ കണ്ടെത്തട്ടെ. അവരെത്രനാണ് ഓരോ ദിവസം കണ്ടെത്തുന്നതെന്നുള്ളത് അവിടെ എഴുതി വെക്കുക. നൂന് ഇത്ര കണ്ടെത്തി, താ ഇത്ര കണ്ടെത്തി. അത് നൂന് എന്നിട്ടിട്ട് ആ സംഖ്യ അവിടെ എഴുതി വെക്കുക, താ എന്നിട്ടിട്ട് ആ സംഖ്യ അവിടെ എഴുതി വെക്കുക. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ഒരു ചെറിയ ഗിഫ്റ്റ്, വലിയ ഗിഫ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ചെറിയൊരു ഗിഫ്റ്റ് ഉസ്താദിൻ്റെ വക ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇത് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഞാൻ മദ്രസയിൽ ഇപ്പോൾ നബി ദിനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വൽ 1 എൻ്റെ മദ്രസയിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം 30ാമത്തെ ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ സലാത്ത് എത്ര ചൊല്ലിയെന്ന്. അപ്പോൾ 1 ലക്ഷം സലാത്ത് ഇല്ലവരുണ്ട്, 2 ലക്ഷം സലാത്ത് ഇല്ലവരുണ്ട്, 3 ലക്ഷം സലാത്ത് ഇല്ലവർ വരെ കൂട്ടത്തിലുണ്ട്. ഏറ്റവും ടോപ്പ് 3 ലക്ഷമാണ്. ഒരു മാസം കൊണ്ട് 3 ലക്ഷം സ്വലാത്ത് ഒരു കുട്ടി ചൊല്ലി. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അപ്പോൾ അതിന് ഫലമുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ നൽകും. നന്നായിട്ട് പഠിക്കട്ടോ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണൽ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. യൂട്യൂബ് ലിങ്ക് ആക്കിയിട്ട് വിട്ടുതരും. ഇന്നത്തെ വീഡിയോ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിലിടും. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ ഇങ്ങനെ അവസാനത്തിൽ ചേർന്നവരുണ്ട്. അവരെ നമ്പറൊന്നും സേവ് ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എല്ലാവരും കണ്ടോട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ മുതൽ നിങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രൂപത്തിൽ അൺലിസ്റ്റ് ആക്കിയിട്ടേ തരുള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നാളെ വരണം കേട്ടോ. നല്ലൊരു ഗിഫ്റ്റ് നാളെ പ്രതീക്ഷിച്ചോളി. ഒരു മിനിറ്റ് മനസ്സിലായവർ ലീവ് ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മനസ്സിലാവാത്തവർ മാത്രം ഇവിടെ നിൽക്കുക. ഓർക്കും ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലാവാത്തവർ മാത്രം, അല്ലാത്തവർക്കൊക്കെ ലീവ് ചെയ്യാം കേട്ടോ. മനസ്സിലായവർക്ക് ലീവ് ചെയ്യാം.
അല്ലാത്തൊരു പോകണം, എന്നാലേ മനസ്സിലാവാത്തവർക്ക് എന്താണ് കാര്യങ്ങൾ ചോദിച്ചിട്ട് റെഡിയാക്കാൻ പറ്റുള്ളൂ. കുറച്ച് ആളുകളാകുമ്പോഴേ അത് പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായവരുണ്ടെങ്കിൽ ദയവ് ഇത് ഇവിടെ നിൽക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അവർ ലീവ് ചെയ്യണം. പറഞ്ഞ വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. എന്നല്ല ചെയ്യേണ്ടത്, നാളെ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കാൻ അവസരം കിട്ടുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നാളെ ഒന്നുകൂടി ഓർക്കാനുള്ളൊരു അവസരമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മൈക്ക് ഓൺ ആക്കി തരാം. പിന്നെ ഇനിയൊന്ന് പറയാം, മനസ്സിലാകാത്തവരായിരിക്കും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടാവുക. എന്താണ് അവസ്ഥ എന്നുള്ളതൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചേക്ക് കേട്ടോ. ഒരു മിനിറ്റ്.